ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. എല്ലാവരും നനച്ചൊള്ളി പണിയും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലായിരിക്കും എന്നറിയാം. അങ്ങനെ എനിക്ക് കോളേജ് ലീവുള്ളൊരു ദിവസം, അതേപോലെ മക്കൾക്കും സ്കൂളൊക്കെ ലീവുള്ളൊരു ദിവസത്തെ നമ്മുടെ ഫുൾ ഡേ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒന്ന് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ, മറക്കരുത്. പിന്നെന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇമോജി ആയിട്ടെങ്കിലും കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ എന്നും രാവിലെ എണിച്ച് തിരക്ക് പിടിച്ച് ഓരോന്ന് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഈ പ്രൊമോഷൻ വന്ന പ്രൊഡക്ട്സും മൊത്തം എല്ലാം അലമ്പാക്കിയിട്ടുണ്ടാവും. പിന്നെ മക്കൾ ഞാൻ കോളേജിൽ പോയി വരുമ്പോഴേക്കും വീടൊക്കെ ഒരു 4 വീടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. പിന്നെ നോമ്പും അല്ലേ, അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ആവാമെന്ന് വിചാരിച്ച് നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തം സാധനങ്ങളൊക്കെ ദേ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ മക്കളെയും കൂടെ ഫുൾ ആൻഡ് ഫുള്ളി ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വരും എന്ന രീതിക്കാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ചുച്ചുക്കുട്ടിക്ക് ഇതുപോലെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളം തൊട്ട് ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് എന്താണെന്നറിയോ, കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരി, പിന്നെ സ്പ്രേ ഇല്ലേ നമ്മുടെ പെർഫ്യൂം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ റൂമിന് മൊത്തത്തിൽ. കുറച്ച് സോപ്പ് ലിക്വിഡിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു അടിപൊളി മണമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ദേ അവിടെയൊക്കെ ഞാനും കുറച്ച് തുടച്ചു. ബാക്കി ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ ചുച്ചുക്കുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചുച്ചുക്കുട്ടി ഇതേ നല്ല ആത്മാർത്ഥതയോടെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാനൊരു കാരണമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇതിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം വരുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കൂലേ. ശരിക്കും അത് എത്ര വലിയ പൊട്ടത്തരാന്നറിയോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഒക്കെ കൊടുക്കേണ്ടത് നമുക്കല്ലേ. നമ്മൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ വിരുന്ന് പോകുമ്പോൾ നമുക്ക് അവരേതെങ്കിലും ഒരു ദിവസം ഈ പോകുന്ന വീട്ടുകാർ വല്ല പ്രയോറിറ്റി തന്നാലായി. അപ്പോൾ ആ ഓരോ ദിവസവും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഓരോ ദിവസം കഴിഞ്ഞ് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഉന്മേഷം വരും. സോ നമ്മൾ അലമാരയിൽ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണെങ്കിലും തുണികളാണെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും ഫസ്റ്റ് നമുക്ക് നല്ലത് യൂസ് ചെയ്യാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. സാധനം മോശമായി പോവും, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മക്കളും വലുതായി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്കൊരു പ്രയോറിറ്റി തരുള്ളൂ കേട്ടോ. എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുക. പൊതുവേ സ്ത്രീകൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴൊക്കെ കുറേ മാറ്റമുണ്ട്. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ല സാധനങ്ങൾ നമ്മളും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വയസ്സായി കഴിയുമ്പോൾ മക്കളും അതേ ഒരു പ്രയോറിറ്റി നമുക്കും തരും കേട്ടോ. അപ്പോൾ ഇത് ഈ ഭാഗങ്ങളിലുള്ള ഈ ഒരു ഫ്ലവർ വേസ് സംഭവങ്ങൾ എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലീഫിലേക്ക് എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന വാച്ച്, പിന്നെ സ്പെക്സ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ടിഷ്യൂസും ഇതുപോലെ വെക്കുന്നുണ്ട്. ഇച്ചു ബേബിയൊക്കെ എപ്പോഴും മൂക്കൊക്കെ ഇതാവാണ്, ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ എപ്പോഴും ടിഷ്യൂ ചോദിച്ചിട്ട് വരും. അതായത് നമ്മൾ എന്താണോ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരും പിന്നീട് ഇതാകുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നില്ല, അതിൻ്റെ കുറച്ച് ടിപ്സൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സിലുവിന്റെ സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് കാണിക്കോ, എങ്ങനെയാണ് സ്കിന്നിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് 5 മക്കളായതിനു ശേഷം എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എനിക്ക് സ്കിന്നിന് ലൈറ്റായിട്ട് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നൈറ്റ് തീരെ ഉറക്കം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ എഡിറ്റിങ്, ക്ലാസ്സിൽ പോക്ക്, പഠനം, കുക്കിംഗ്, വീട് ക്ലീൻ ആക്കൽ, ഇങ്ങനെ ഫുൾ എപ്പോഴും പണികളായിരിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു നോക്കും. ഒരു 3-4 മാസമായിട്ട് മാറി മാറി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് സ്കിൻ അത്യാവശ്യം ഗ്ലോയിങ് ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താന്നുള്ളത് പറഞ്ഞുതരാം. ചിലർക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട്, സിലു 5 മക്കളുടെ ഉമ്മയാണെന്ന് പറയൂല സ്കിന്ന് കണ്ടാൽ എന്നുള്ളത്. അപ്പം അത് നമ്മൾ ലൈഫിൽ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതിനൊരു 4 ഹാബിറ്റ്സ് ഉണ്ട്. ഈ 4 ഹാബിറ്റ് ഒരു 3-4 മാസമായിട്ട് ഫോളോ ചെയ്ത് അതിൽ നല്ല റിസൾട്ട് കിട്ടിയ ഹാബിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഹാബിറ്റ് നമ്പർ 1 വന്നിട്ട് ഒരു 8 hours എങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നാണ്. നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ലൊരു റെസ്റ്റും ഓക്സിജനും ഒക്കെ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടിയിരിക്കണം. ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് അത് സ്കിന്നിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരും, ഐൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഡാർക്ക് സർക്കിൾസ് കാര്യങ്ങൾ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഹാബിറ്റ് നമ്പർ 2, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മിക്കവാറും സാലഡ്സ് കഴിക്കുന്നത്, അതുപോലെ ഫ്രൂട്ട് സലാഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. ഇതിൽ ഷുഗർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഫുഡിൽ കൂടുതൽ ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സംഭവമാണ് ഈ ഫുഡിന്റെ കാര്യത്തിൽ കേട്ടോ. ഹാബിറ്റ് നമ്പർ 3, ഗുഡ് സ്കിൻ കെയർ സപ്ലിമെന്റ്സ്. നമ്മൾ എത്ര തന്നെ ഫുഡിൽ എന്തെങ്കിലും ഇൻടേക്ക് ചെയ്താലും ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് സംഭവങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാം. ഇപ്പൊ ഞാൻ വന്നിട്ട് എടുത്തിട്ടുള്ളത് HK വൈറ്റൽസിന്റെ സ്കിൻ കൊളാജൻ ആണ് കേട്ടോ. ഈ ഒരു സപ്ലിമെന്റ് നമ്മളൊരു 3 ബോട്ടിലൊക്കെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അടിപൊളി സ്കിൻ റിസൾട്ട് ആയിരിക്കും കേട്ടോ വരുന്നത്. ഇതിൽ ഒറിജിനൽ കൊളാജൻ പെപ്റ്റൈഡ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൊളാജനൊക്കെ വീണ്ടും റീഫില്ല് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്തും സോഫ്റ്റും ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കും കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റും ഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട്. അതുപോലെ ഹൈലൂറോണിക് ആസിഡും കൂടി ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതിൽ ഷുഗറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഒരു ഓറഞ്ച് ഫ്ലേവർ ആണ് വരുന്നത്. എനിക്ക് ഓറഞ്ച് ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇത് കഴിക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്കൊരു 200 മില്ലി വെള്ളം എടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു സ്കൂപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓറഞ്ചിന്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. ഇതിൽ വൈറ്റമിൻ സിയും ഇയും ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റർ സ്കിന്നിന് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡും അത് നമ്മുടെ സ്കിന്നിനെ സൂപ്പർ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ടും വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, നോ സൈഡ് എഫക്റ്റും ആണ്. എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ ഫൈൻ ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി ഞാൻ HK വൈറ്റൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവരുടെ മറ്റു പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. മറ്റ് ബ്രാൻഡ്സിന്റെ കൊളാജൻ പൗഡേഴ്സ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇല്ലേ അതൊരു ഫിഷി പിന്നെ അതുപോലെ ഒരു വിയേർഡ് ടേസ്റ്റ് ആയിരുന്നു. ഇത് പക്ഷേ ഈ ഒരു കൊളാജൻ പൗഡർ വന്നിട്ട് ഓറഞ്ച് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ സ്വീറ്റ്നെസ് വന്നിട്ട് നമുക്ക് ജസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഷുഗറും ഒന്നുമില്ല. HK വൈറ്റലിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ HKvitals.com സിലു 10 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. അടുത്തത് 4th ഹാബിറ്റ് വന്നിട്ട് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. അത് മീൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലൂമി ആവാതെ അല്ലെങ്കിൽ എപ്പോഴും മൂഡ് ഓഫ് പോലെ ഒന്നും ഇരിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയി തുടങ്ങും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. അടുത്തത് വന്നിട്ട് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ എപ്പോഴും ഫുഡിന്റെ കാര്യത്തിൽ കാർബ് അധികം എടുക്കാതെ അതുപോലെ ഒരുപാട് ഓയിലി ഫുഡ് എടുക്കാതെ കറക്റ്റ് സമയത്തിന് കുറേശ്ശെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. കുറേ വെള്ളം കുടിക്കുക. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള റൊട്ടീനൊക്കെ കാണാം കേട്ടോ. നമുക്കില്ല ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കൊണ്ട് നമ്മുടെ ഈ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കുറവാകും. അപ്പോൾ ഇതുപോലെ സപ്ലിമെൻറ്റ്സ് നല്ലതാണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് ചെയ്തതാ. പിന്നെ അതിന് ശേഷം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുച്ചുക്കുട്ടി എന്ത് ഖുറാനെടുത്ത് ഇവിടെ വെക്കാനായിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ പെൻസില് എനിക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ ഞാൻ അവിടെയാണ് കേട്ടോ വെക്കുന്നത്. വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ എനിക്കത് കിട്ടൂല. ഇച്ചു ബേബി എടുത്തിട്ട് വരയ്ക്കാനാണ് എഴുതാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ചുച്ചുക്കുട്ടി അവർക്ക് കൊടുക്കുന്ന സാധനം ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് എൻ്റെയും കൂടെ എടുത്തുകൊണ്ട് പോകട്ടാ. അപ്പോൾ എൻ്റെ എക്സാം പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമയത്ത് എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം പഠിക്കാനുണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോണിൽ വോയിസ് എൻ്റെ ഫ്രണ്ട്സിനോട് വോയിസ് അയച്ചു ചോദിക്കും. മനുവും പിന്നെ റേക്ക എനിക്ക് വോയിസ് അയച്ചു തരും. അപ്പോൾ അവരുടെ വോയിസ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടാണ് ഈ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ബുക്ക് എടുത്ത് ഒരു ഭാഗത്ത് ഇരുന്ന് എല്ലാവരെയും പോലെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് നടക്കൂല. അപ്പോൾ രണ്ടും കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് ഐഡിയാസ് കണ്ടെത്തണം. അങ്ങനെയാണ് ഈ വോയിസ് കേൾക്കുന്ന ഒരു പരിപാടി തുടങ്ങിയത് കേട്ടോ. മനുവിൻ്റെ അമ്മ മനുവിനോട് പറയത്രേ വെറുതെ ഇരിക്കേണ്ട, ആ സിലുവിന് എന്തെങ്കിലുമൊക്കെ വോയിസ് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ.
അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ക്ലീനാക്കി ഒക്കെ എടുത്ത് വന്നതും ഒരു ലോഡ് തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ തുണികൾ മടക്കിയിട്ട് അവനവൻ്റെ തുണികൾ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ തുണികൾ എടുത്തു കൊണ്ടുപോയി അവരുടെ ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ ഡെയിലി വെക്കുന്ന അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അലമാര ഒക്കെ എല്ലാം വലിച്ചിട്ടിട്ട് തുണികളൊക്കെ മടക്കി വെക്കണം, എല്ലാം അലമ്പായിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞ് ഞാനും പോയി ബാക്കിയുള്ള സാധനങ്ങൾ കുത്തി തിരികിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇച്ചു ബേബിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സെക്ഷനാണ് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഫുള്ള് സാധനങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഓരോന്നും വീഡിയോ ചെയ്തിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് പോകും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന ഭംഗിയൊന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കിഡ്സിൻ്റെ റൂമിൻ്റെ ആ ഒരു സെക്ഷനാണ്, അവരുടെ സ്റ്റഡി ഏരിയയും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് അവരുടെ ഡോളൊക്കെ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനമാണ്. പിറ്റേ ദിവസം എക്സാമാണ്, പക്ഷെ അതിനേക്കാളും ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു ക്ലീനിങ്ങിനാണ്. പക്ഷെ എങ്ങനെയെന്നല്ല, അതിൻ്റെ കൂടെ തന്നെ വോയിസും കേൾക്കുന്നുണ്ട്, കൂടെ തന്നെ നല്ല ടെൻഷനും ഉണ്ട്, ആകെ നാറോ മൊത്തത്തിൽ നാണക്കേടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എന്താണെന്നറിയോ ആദ്യം വിചാരിച്ചത് ഒരു ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മൊക്കെ അങ്ങനെ പോട്ടെ, അതിന് ശേഷം ആകുമ്പോഴേക്കും ഞാൻ ഇതുമായിട്ടൊന്ന് അഡാപ്റ്റ് ആവും, സബ്ജക്ട്സ് എല്ലാം നമുക്ക് സെറ്റാവും, എന്നിട്ട് ചേരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, സപ്ലി ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് പാസ്സാവണം എന്നുള്ള ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ റൂമെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ ഇതേ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് 3 പേര് നഖം വെട്ടിക്കൊടുക്കുന്ന ദിവസമാണ്. നഖം വെട്ടിയതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് മുടി ലൈറ്റായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹെയ്സൂക്ക് ഈ സൈഡ് 2ഉം വെട്ടിക്കൊടുത്തു, പിന്നെ ഫ്രണ്ടിലും ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തു കേട്ടോ. എപ്പോഴും എന്താ പറയുക, മുടി വെട്ടിക്കുന്ന ഷോപ്പിലേക്ക് വിടാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, പിന്നെ അവരുടെ മുടി നല്ലോണം വളർന്ന് ആകെ അലമ്പാവും. പിന്നെ ഇതേ ഇച്ചു ബേബിക്കും കൂടെ വെട്ടിക്കൊടുക്കുകയാണ്. ഇച്ചു ബേബി മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പും റനക്കുട്ടിക്കൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെറുതിൽ റനക്കുട്ടിക്കും ഹയാനും ഒക്കെ മുടി വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പിന്നെ ഇതേ ഇച്ചു ബേബിക്കും കൂടെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഓയിൽ ബാത്തിനുള്ള ടൈമാണ്. അപ്പോൾ തലയിൽ 3 പേർക്കും ലൈറ്റായിട്ട് ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചുച്ചുക്കുട്ടീൻ്റെ തലയിൽ പെയിനൊക്കെ ഒന്ന് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി കുളിപ്പിക്കാൻ പോകുന്നൊരു സമയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുളിപ്പിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ 3 പേർക്കും തലയൊക്കെ തുടച്ചു കൊടുത്തിട്ട് പിന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ അലക്കാനും വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് അലക്കിയിട്ട് പിന്നെ എൻ്റെ യൂണിഫോമിൻ്റെ ഷർട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ബക്കറ്റിൽ സോപ്പ് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് അതിൻ്റെ അഴുക്ക് എന്ന് പറയാനൊന്നുമില്ല എങ്കിൽ പോലും നന്നായിട്ടൊന്ന് ഉരത്തിയിട്ട് അതും കൂടെ അലക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ ഒരുക്കലാണ്. ഐബ്രോ ഇട്ട് കൊടുക്കൽ, കൺമഷി ഇട്ട് കൊടുക്കൽ. കൺമഷി ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാറില്ല, ചെറിയ കുട്ടികൾക്ക് ലൈറ്റ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വാല് മാത്രം ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചുച്ചുക്കുട്ടി നല്ലൊരു പണി തന്നിട്ടുണ്ട്. ഐബ്രോ ഒരു സൈഡ് വടിച്ച് കളഞ്ഞു ഗൈസ്. മുടി വെട്ടിയതിൻ്റെ മറ്റേ ഷേവ് ചെയ്യുന്ന സാധനമില്ല, അതെടുത്തിട്ട് ലൈറ്റായിട്ട് കേട്ടോ. പിന്നെ ദേ ഞാനും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. അങ്ങനെ ദേ വോയിസ് കേൾക്കാനും വേണ്ടിയിട്ട് ഫോണും ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. ഇനി വോയിസ് കേട്ടോണ്ടേ ആണ് ബാക്കിയുള്ള നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയും പണികൾ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറെ അവർക്ക് താൽക്കാലികമായിട്ട് അവരെ പിടിച്ചു നിർത്താനുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റൂല കേട്ടോ എന്നെക്കൊണ്ട്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാകത്തിനായിരിക്കില്ല ചിലപ്പോൾ നിൽക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന റെസിപ്പി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ലേ, അത് കാണിക്കാറില്ല, ഇത് കാണിക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ 24 hours ഒന്നും കാണിക്കലില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്.
അപ്പോൾ ഇത് ചെമ്മീൻ ലാസ്റ്റ് ലുലുവിൽ പോയ സമയത്ത് വാങ്ങി വെച്ചതായിരുന്നു. വെള്ള ചെമ്മീനില്ല, അതിൻ്റെ വലുത്. അപ്പോൾ അത് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്ലൂബ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ മക്ലൂബയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് നമുക്ക് അത്യാവശ്യം ഇതുപോലെ വെജീസൊക്കെ വേണം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേഗം പോയി പഠിക്കാനിരിക്കണം. എൻ്റെ ഒരു പഠിക്കുന്ന സ്റ്റൈൽ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നോട്ട്സ് ഫുള്ളായിട്ട് പോയിൻറ്റ്സ് എല്ലാം എഴുതി വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈൻഡിൽ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഈ പോയിൻറ്റ്സ് മാത്രം നോക്കിയിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് എക്സാം ഹാളിലേക്ക് കയറുന്നത്. അപ്പോൾ അത്രയും എനിക്ക് എഴുതാനുണ്ട്. അപ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ ഇവരുടെ വോയിസ് ഓരോ ടോപ്പിക്കിൻ്റെയും വോയിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മക്കൾക്ക് മിഠായി പീടിയിൽ വന്ന് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമുള്ള കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് കയ്യിൽ ഇങ്ങനെ നിറച്ച് മാറി കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒതുക്കി നിർത്തിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഏതൊക്കെയാണ് വെജീസ് ബാലൻസ് ഉള്ളത് നോക്കിയപ്പോൾ ക്യാപ്സിക്കം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഇതേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അറേബ്യൻ ഫുഡാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. സ്കൂളില്ലാത്ത കോളേജില്ലാത്ത ദിവസങ്ങളിൽ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. കോളേജുള്ള ദിവസം രാവിലെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും തന്നെ ഒരു പരുവാവും. പിന്നെ വൈകുന്നേരം വരുമ്പോഴേക്കും ഞാൻ അമ്മാതിരി ടയേർഡായിരിക്കും കേട്ടോ. ആ കുന്ന് കയറി വരുന്നത് എനിക്ക് ഏറ്റവും ടാസ്ക്കുള്ള ഒരു പരിപാടിയാണ്. ചിലപ്പോൾ ഞാൻ തലയിറങ്ങി വീഴും, എൻ്റെ കാല് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ കാലിൽ എല്ലൊടിഞ്ഞു പോകുമെന്ന് വരെ തോന്നുന്ന രീതിക്ക് കാല് ഭയങ്കരമായിട്ട് വേദനയായിരിക്കും. കുന്ന് കയറി റോഡിലെത്തി ബസ് കയറി, ബസ്സിൽ ഫുള്ള് തിരക്കായിരിക്കും. മൊത്തത്തിൽ പണിയാണ് മക്കളെ. അപ്പോൾ ടയേർഡായിരിക്കും. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. വന്നതും ലഹറും അസറും ഒക്കെ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും മഹരിബ് സമയമാവും. പിന്നെ അത് നിസ്കാരം കഴിയുമ്പോഴേക്കും ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള വീഡിയോ, യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോ, FBയിൽ ഇടാനുള്ള വീഡിയോ ഒക്കെ, റെസിപ്പി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് എല്ലാം കഴിയുമ്പോഴേക്കും അന്നത്തെ ദിവസം ഏകദേശം കഴിയും. പിന്നെ നല്ല ടയേർഡായിട്ടായിരിക്കും ഉറങ്ങുന്നത്. കത്തി വെച്ചിരുന്ന് ഞാൻ റെസിപ്പി പറയാൻ മറന്നുപോയി. പട്ട, ഗ്രാമ്പു, ഏലക്ക, പട്ടയുടെ ലീഫ്, മാഗി ക്യൂബ്സ് ഇതെല്ലാം കൂടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിലും കൂടുതൽ വെള്ളം ഒഴിക്കുക. കാരണം ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിക്കാനായിട്ട് പോകുന്നത്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പാന് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജീസൊക്കെ ഉണ്ടല്ലോ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചെമ്മീനിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കിയതാണ്. കുറച്ചും കൂടെ ഒന്ന് വേവാനും ഉണ്ട്. ആ ഗ്യാപ്പിൽ ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതെല്ലാം ഒന്ന് ഫുള്ളി കുക്കാവണ്ട, പക്ഷെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ മറിച്ചൊക്കെ ഇടുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ അതെല്ലാം ഭംഗിയിൽ ഇതുപോലെ അടുക്കി വെക്കുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ഭംഗിയിൽ ചെയ്യുന്നത് വെച്ചാൽ കാണാനും നമുക്കൊരു സുഖം ഉണ്ടാവും, പിന്നെ വീഡിയോയ്ക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റെസിപ്പി ആയിട്ടൊക്കെ നമ്മൾ ഇടുന്നതല്ലേ. നമ്മൾ കഴിക്കുന്ന സംഭവം തന്നെയാണ് നമ്മൾ റെസിപ്പി ആക്കി ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നും നോക്കി ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം പട്ടിണിയാവും. പിന്നെ ഇതേ നമ്മുടെ ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ നിന്ന് നമ്മുടെ ചെമ്മീൻ ഇതേ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് മസാലയൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ ഓരോ വെജീസും ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കോളിഫ്ലവറാണ് ഇട്ട് കൊടുത്തത്, അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ചെമ്മീനൊന്ന് മസാലയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മസാലയില്ല, അതുണ്ടെങ്കിലും മതി. അതും കെച്ചപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേ നമ്മുടെ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ്റെ തോട് കളഞ്ഞിട്ടില്ല കേട്ടോ. കളയാതെ തലയുടെ ഭാഗവും ബാക്കിയുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ വെജീസൊക്കെ റോസ്റ്റായത് ഇതേ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് കുറച്ച് ക്യാപ്സിക്കം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് തക്കാളി ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കണ്ടിട്ടുണ്ട്, ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പേടിയും പിന്നെ പണി കൂടുതലല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നതാണ്. പക്ഷെ ഒന്നും പറയാനുള്ള സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നി. ഇനി മറ്റൊരു പാനിലേക്ക് ഇതേ 2 കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചെമ്മീനും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി അടുത്തത് ബിരിയാണിയൊക്കെ വെക്കുന്ന ഇതുപോലെയുള്ള വലിയൊരു പാത്രത്തിൽ ബട്ടർ സൈഡ് മൊത്തം ഇതുപോലെ ഒന്ന് തടവി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ വെജ്ജീസ് എല്ലാം ഇതേപോലെ അടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ചെമ്മീൻ പൊരിച്ചത്. ഇത് ചിക്കനിൽ ചെയ്യും. ചിക്കനിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ചെമ്മീൻ തന്നെ വേണമെന്നില്ല. ഞാൻ വാങ്ങിച്ചു വെച്ച ചെമ്മീൻ കഴിയാനും വേണ്ടിയിട്ട് ഞാൻ ചെമ്മീനിൽ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ചെമ്മീനിൽ എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കൂലേ. പിന്നെ ബാക്കി ഇതേ ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മൾ വഴുതനയില്ല, വലിയ വഴുതന, അതും ഇതിൽ ഇട്ട് കൊടുക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ഉള്ളത് വെച്ച് ചെയ്തതാണ്. ഇനി അടുത്തത് നമ്മൾ ബാസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാസ്മതി റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 1.5 പാത്രത്തോളം വെള്ളം, ആ വെള്ളം വന്നിട്ട് ചെമ്മീൻ വേവിച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ എസൻസും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഓരോ റൈസും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി അത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച്, അപ്പോഴേക്കും ബാക്കിയുള്ള കുറേ പാത്രങ്ങൾ, ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ അടിയിൽ കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് ഇതെല്ലാം തന്നെ ഞാൻ ഫാസ്റ്റായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊന്നും കണ്ടാൽ തീരൂല. പിന്നെ ഇതേ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പളേക്കപ്പം ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റൈസ് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെയല്ല സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്, കമഴ്ത്തി വെക്കണം. കാരണം നമ്മൾ അടിയിൽ വെജ്ജീസൊക്കെ വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയിൽ കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഇതിനെടുത്ത് പാത്രത്തിനെ തലകീഴായിട്ട് കമഴ്ത്തും. മോള് പിടിക്കേണ്ട ആവശ്യമില്ല, മോള് ലോക്കായി 2 സൈഡ് കൊണ്ട്. അതൊക്കെ നല്ല കോളായി. എങ്ങനെയുണ്ടാവും? തുറക്കാൻ പോവാണ്, എന്താ സംഭവിക്കുന്നത് അറിയില്ല. തുറക്കാണ്. കുറേ നേരം ആലോചിച്ചിട്ട് ഇക്കാൻ്റെ സഹായത്തോടെയാണ് അത് കമഴ്ത്തിയത്. ആദ്യൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം അടിപ്പിടിച്ച പോലെ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ ആ ഒരു ലെയർ എടുത്ത് മാറ്റിയ സമയത്ത് ഉള്ളിലെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് താഴെ പോയില്ല ഗൈസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും മണിക്കൂർ പണിയെടുത്തിട്ട് താഴെ പോയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇതേ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഭംഗിയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അതിനെ പാത്രത്തിലേക്ക് മെല്ലെ തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ റൈസും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവുക അങ്ങനെയൊക്കെ തോന്നൂലേ, അങ്ങനെ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് റൈസ് ഒന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ധൈര്യത്തിൽ ട്രൈ ചെയ്തോ, സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം ഇത്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മദ്യമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കോളേജൊക്കെ കഴിഞ്ഞിട്ടായിരിക്കില്ലേ നോമ്പിന് വരിക, ചിലപ്പോൾ വീഡിയോസ് ഒന്നും അധികം ഉണ്ടാവില്ല, എന്തായിരിക്കും അവസ്ഥ അതൊന്നും അറിയില്ല. അപ്പോൾ ഇതേ കുട്ടികളുടെ പാത്രത്തിലൊക്കെ സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല കേട്ടോ എല്ലാവരെയും. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കും, ചിലപ്പോൾ ഇക്ക ഉണ്ടാവില്ല, ചിലപ്പോൾ ഹയാം വരൂല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് എന്തായാലും ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ബാക്കി ഞാനിത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ പോയിട്ട് പഠിക്കാനാണ് ഇരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വേറെയും കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കിയിട്ടൊരു കമൻറ്റ് ഇടണേ.